ആഗോള അയ്യപ്പ സംഗമത്തിൽ സമവായ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പന്തളം കൊട്ടാരത്തിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. യോജിക്കാൻ കഴിയുന്നവർക്കൊക്കെ പരിപാടിയുടെ ഭാഗമാകാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു, ക്ഷണിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യോജിക്കുന്നവരെല്ലാം വരട്ടെന്നേ, നമുക്കിതിൽ ആരോടും അവരെ വേണ്ട ഇവരെ വേണ്ട എന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ മാത്രം ഇടുന്നൊരു ചട്ടക്കൂടിൽ കൂടി പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും വേണം ഇതിനകത്ത് BJP, കോൺഗ്രസ്, പിന്നെ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. വിശ്വാസമുള്ള എല്ലാവർക്കും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പോൾ ഹൈന്ദവ സംഘടന, രാഷ്ട്രീയ സംഘടന എന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർ, ജനപ്രതിനിധികൾ. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം. നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലത്തും ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവരും നമ്മളും പരസ്പരം നല്ല ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാൽ, എന്താണ് ഭക്തർക്ക് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഗുണം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതായിരുന്നു പന്തളം കൊട്ടാരം നിർവാഹക സമിതിയുടെ ഒരു ചോദ്യമായി കഴിഞ്ഞ ദിവസം വന്നത്. ഇപ്പോൾ ഈ സമവായ ശ്രമങ്ങളുടെ ഭാഗമായി പന്തളം കൊട്ടാരത്തെ വിശ്വാസത്തിലെടുത്ത് അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ രാഷ്ട്രീയപരമായ ചില ലക്ഷ്യങ്ങൾ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി ദേവസ്വം ബോർഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഭക്തരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു സംഗമം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. അതിൽ വിദേശ പ്രതിനിധികൾ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി പന്തളം കൊട്ടാരത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് ഈ വിഷയവും മുൻനിർത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അംഗങ്ങളായിട്ടുള്ള മറ്റ് 2 പേർ അടക്കം 3 പേരാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി പന്തളം കൊട്ടാരം പ്രതിനിധികളെ കാണാൻ വേണ്ടി എത്തിയത്. അരമണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ പുറത്തു വന്നപ്പോഴാണ് പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അവരുടെ സാന്നിധ്യം ഉണ്ടാകണമല്ലോ എന്നുള്ളതാണ് PS പ്രശാന്ത് പറഞ്ഞത്. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയിൽ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധികൾ 2018 യുവതീ പ്രവേശന വിഷയത്തിനെതിരായി ഉയർന്നു വന്ന സമരത്തെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ധരിപ്പിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് മടക്കി നൽകി എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം ഹൈന്ദവ സംഘടനകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തുകയും 22-ാം തീയതി പന്തളത്ത് ഒരു ബദൽ സംഗമത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇരു കക്ഷികളും നിലവിൽ കൊട്ടാരം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവരുടെ സഹായവും സാന്നിധ്യവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ 2 സംഗമങ്ങളിലും ബന്ധപ്പെട്ട സമവായത്തിന് ദേവസ്വം ബോർഡിന്റെ നീക്കം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ചർച്ചകളുടെ ഭാഗമാകുന്നു.